മഹാനായ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ഒരു കാലത്ത് കടലിലെ മത്സ്യം കഴിച്ചിട്ടില്ല. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു എന്താണ് മത്സ്യം കഴിക്കാത്തത്? അവരുടെ മകന്റെ പേരും അഹ്മദ് എന്നാണ്. ആ മകൻ രാജ്യത്തിന്റെ ഖാദിയായി. ഖാദിയായപ്പോൾ ജനങ്ങൾക്ക് പലജാതി പരാതികളും പരിഭവങ്ങളും സങ്കടങ്ങളും ഒക്കെ പറയാനുണ്ടാകുമല്ലോ. അതൊക്കെ പറയാനേതു പച്ചപ്പാതിരക്കും അവർക്ക് വരാം. അവര് വന്നിട്ട് എന്നെ മുട്ടി വിളിക്കേണ്ട ആവശ്യം വരും. ഖാദിയാര് റൂമിൽ കയറി വാലടച്ച് കിടന്ന ഖാദിയുടെ അടുത്തേക്ക് കാണാൻ വരുന്ന ആളുകള് അന്തിപ്പാതിരാക്ക് വന്ന് വാതിലിൽ മുട്ടേണ്ട ഒരു കാര്യം ഉണ്ടാകരുത്. അവര് വരണം, വന്ന എന്നെ ഉടനെ കാണണം. അതിന് വീടിന്റെ പുറത്താണ് അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ മകൻ ഖാദി കിടന്നുറങ്ങിയിരുന്നത് ബഗ്ദാദിൽ. അങ്ങനെ ഏതോ ഒരു കൂട്ടര് എന്തോ ഒരു കാര്യത്തിന് വന്നിട്ട് അതിനൊരു പാരിതോഷികമായിട്ട് ഒരു ചാക്ക് ആട്ടപ്പൊടി അവിടെ മൂപ്പര് കിടക്കണ വാതിലിന്റെ അടുത്തോടെ കൊണ്ടുവന്ന് വെച്ചവർ പോയി. അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ വീട്ടിൽ കുറച്ച് റൊട്ടി ഇടാൻ ഈ ആട്ടപ്പൊടിന്റെ ആവശ്യം വന്നപ്പോ മകനോട് ചോദിച്ചപ്പോ ഈ പൊടി കൊടുത്തയച്ചു. ഇങ്ങനെ ഒരു ഹദിയ കിട്ടിയതാണ്, ഒരു പാരിതോഷികം കിട്ടിയതാണെന്ന് പറഞ്ഞാൽ കൊടുത്തത്. അതുകൊണ്ട് റൊട്ടി ഉണ്ടാക്കി വീട്ടുകാര് അഹ്മദ് ഹംബൽ തങ്ങളുടെ കുടുംബം ഇമാമിന് തിന്നാൻ കൊണ്ട് കൊടുത്തപ്പോൾ പറഞ്ഞു, മോന്റെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു പാരിതോഷികം കിട്ടിയതാണ്, അവിടെ അത് മേടിച്ചിട്ടാണ് നമ്മൾ റൊട്ടി വിട്ടതെന്ന് പറഞ്ഞു. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞു, എനിക്ക് വേണ്ട, എനിക്കത് വേണ്ട. വലമ്മാ ഖബ്ബസു ഇൻകശഫൽ ഇമാമു അന്നബീഹി ശുബ്ഹതൻ. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾക്ക് ബോധ്യപ്പെട്ടു ഇതിലെന്തോ തകരാറുണ്ട്. ഈ റൊട്ടി കൊണ്ട് കൊടുത്തപ്പോൾ എന്തോ തകരാറ് ഇതിലുണ്ട്. മൂപ്പർക്ക് കശിഫ് ഉണ്ടായി. അപ്പൊ ചോദിച്ചു, ഏതാണ് ഈ മാവ്? ഇത് ചുടാനുണ്ട് ഉപയോഗിച്ച പൊടി ഏതാണ്? അത് ഇന്ന മാതിരി കിട്ടിയ പൊടിയാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ തിന്നില്ല എന്ന് മാത്രമല്ല വേഗമെടുത്ത് ഒഴിവാക്കാൻ പറഞ്ഞു. നോക്കണേ നിങ്ങൾ, ഒരു ഹദിയ കിട്ടിയതാണ്. ഹദിയ കിട്ടിയത് മകനക്ക് കിട്ടിയതാണ്. മകന് കിട്ടിയ ഹദിയ വാപ്പക്ക് കൊടുത്തതാണ്. എന്നിട്ടും ഉപ്പയായ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ അത് ഭക്ഷിച്ചില്ല. അപ്പൊ വീട്ടുകാര് ചോദിച്ചു, ഹൽ നുഅ്തീഹി ലിൽ ഫുഖറാ, എന്നാ നമ്മള് പാവങ്ങൾക്ക് കൊടുത്തോട്ടെ, ഇത് നമ്മളേതായാലും തിന്നണില്ല, ഇത് ചുട്ടുണ്ടാക്കിയ റൊട്ടിയല്ലേ, ഇത് നമുക്ക് സാധുക്കൾക്ക് കൊടുത്തൂടെ? അപ്പൊ ഖാല നഅം, പാവങ്ങൾക്ക് കൊടുക്കാം. വലാകിൻ ബിശർത്തി ഇജ്ലാഇ ഐബിഹി, ഇത് ഇങ്ങനെ ഒരു പൊടി കൊണ്ടുണ്ടാക്കിയതാണ്. എന്താണ് ഈ പൊടിക്കുള്ള ഐബ്? ഖാലിമാര് പാരിതോഷികം വാങ്ങാൻ പാടില്ല, ജഡ്ജിമാര് സമ്മാനം സ്വീകരിക്കരുത്. അത് ഇന്നും നിയമം അങ്ങനെ തന്നെയാണ്. പക്ഷേ കോടികൾ സമ്പാദിക്കൽ ജഡ്ജിമാരാണെന്ന് മാത്രം. കോടതിയിലെ ജഡ്ജിമാര് സമ്മാനം വാങ്ങാൻ പാടില്ല. മാത്രമല്ല ജഡ്ജിമാര് മീഡിയകളും പത്രങ്ങളും നോക്കരുത് എന്നുകൂടി വ്യവസ്ഥയുണ്ടത്രേ. കാരണം പുറത്തെന്ത് നടക്കുന്നു, പുറത്തൊരു കേസ് സംബന്ധമായി പുറത്തുള്ള ചർമ്മിത ചർമ്മണങ്ങളൊന്നും ഒരു ജഡ്ജിയുടെ ശ്രദ്ധയിൽപ്പെടുത്താപ്പെടാൻ പാടില്ല. ജഡ്ജിയുടെ മുമ്പിൽ എന്ത് ഡോക്യുമെന്റ് ആണോ വന്നത്, എന്ത് എവിഡൻസ് ആണോ വന്നത്, ആ എവിഡൻസ് വെച്ചുകൊണ്ട് മാത്രം വിധി പറയുന്ന സ്വഭാവക്കാരാകണം. അപ്പൊ അതുകൊണ്ട് ഖാദിമാര് ജഡ്ജിമാര് സമ്മാനം വാങ്ങരുത്. ഇവിടെ ഇതാ ഈ മഹാനായ ഖാദി അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ മകൻ സമ്മാനം വാങ്ങിയത് ആ സമ്മാനത്തിന്റെ മാവ് കൊണ്ടാണ്, ആട്ടപ്പൊടി കൊണ്ടാണ് റൊട്ടിയിട്ടതെന്ന് പറഞ്ഞ് വെളിപ്പെടുത്തി പരസ്യപ്പെടുത്തിയിട്ട് ഫക്കീറന്മാർക്ക് കൊടുക്കണം. അപ്പൊ അങ്ങനെ പറഞ്ഞാ പിന്നെ ആ കാലത്തെ ഫക്കീറന്മാരല്ലേ, ആരെങ്കിലും വാങ്ങുമോ? അങ്ങനെ അവര് കൊണ്ടുപോയപ്പോൾ ഒറ്റ ഫക്കീറും അത് വാങ്ങിയില്ല.
ഫറമൗഹു ഫിൽ ബഹരി. അപ്പൊ പിന്നെന്ത് ചെയ്യും? ഈ റൊട്ടി ഉണ്ടാക്കിയത് അവര് കൊണ്ടുപോയി മിൻ ഗൈരി അംരിഹി, അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ ഉത്തരവില്ലാതെ അവര് കൊണ്ടുപോയി കടലിൽ വലിച്ചെറിഞ്ഞു. കടലിൽ വലിച്ചെറിഞ്ഞു എന്നുള്ള വിവരം കേട്ടപ്പോൾ പിന്നെ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അന്ന് മുതൽ പിന്നെ കടൽ മത്സ്യം കഴിച്ചിട്ടില്ല. എവിടെ കിടക്കണം നമ്മള് അവരും അല്ലേ? അതെന്താ? ഞാൻ കറി വെച്ച് കഴിക്കുന്ന, ഞാൻ പൊരിച്ച് കഴിക്കുന്ന മത്സ്യം ഈ അവിഹിതമായ റൊട്ടി തിന്ന ആണെങ്കിലോ എന്ന ഒരു ധാരണയിൽ സൂക്ഷ്മതക്ക് അന്ന് മുതൽ മൂപ്പര് മത്സ്യം കഴിച്ചിട്ടില്ല. അവരിങ്ങനെ ചെയ്തു എന്ന് ഇമാം അവർകൾ അറിഞ്ഞപ്പോൾ ജീവിതകാലം മുഴുവനും ഇമാം അഹ്മദ് ബിൻ ഹംബൽ പിന്നെ മത്സ്യം കഴിച്ചിട്ടില്ല. മിഷ്കാത്തിന്റെ ശറഹ് ഹാശിയ മിർഖാത്തിൽ ഈ സംഭവം കാണാം.